നമ്മളിപ്പോൾ തുടക്കം മുതൽ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഡോക്ടർ. ഈ ഒരു സമയം പഞ്ഞമാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് എളുപ്പം ദഹിക്കാവുന്ന ആഹാരങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ കർക്കിടകത്തിന് മുൻപന്തിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കർക്കിടക കഞ്ഞിയാണ്. കർക്കിടക കഞ്ഞി എത്രത്തോളം നമ്മുടെ ശരീരത്തിന് അത് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഏതൊക്കെ ടൈമിലാണ് ഈ കർക്കിടക കഞ്ഞി നമ്മൾ കഴിക്കേണ്ടത്? അതൊന്നും ഈ കർക്കിടക കഞ്ഞി നമ്മൾ എപ്പോഴും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണ അരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞവര അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഈസി ടു ഡൈജസ്റ്റ്. അതുമാത്രമല്ല തയാമിൻ, റൈബോഫ്ലേവിൻ, വൈറ്റമിൻ B12, ഫൈബേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു അരിയാണത്. 90 ദിവസമാണ് അതിൻ്റെ വിളവെടുപ്പെന്ന് ഉള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. ചിലർ ചെന്നലരി, ചിലർ റോസരിയിൽ, പല രീതിയിൽ, ചിലർ പൊടിയരിയിൽ, ഏത് രീതിയിലും നമുക്ക് യുക്തിസഹമായ രീതിയിൽ നമുക്കത് ചെയ്യാം. അത് ഞവര അരി വേണമെന്നില്ല. പിന്നെ ആശാളി, ഉലുവ, താമരവളയം, അങ്ങനെ ഒത്തിരി മെഡിസിൻസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ സ്പൈസസ് ആയിട്ടുള്ള കുരുമുളകും അങ്ങനെയുള്ള, അതായത് നമ്മുടെ കേരളീയരുടെ തനതായ ഭക്ഷണത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഫുഡ് ഇരിക്കും തോറും അതൊരു നാച്ചുറൽ പ്രിസർവേറ്റീവിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ കുരുമുളക് തന്നെ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവാണ്. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് ലാസ്റ്റ് മേമ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. ഇന്ദുപ്പാണ് ഉപയോഗിക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം മറ്റുള്ള സോൾട്ടിനെ അപേക്ഷിച്ച് ഇന്ദുപ്പിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇലക്ട്രോലൈറ്റ്സുകൾ അത്യാവശ്യമൊക്കെ അതിനകത്തുണ്ട്. അതാണ് പണ്ട് പൂർവ്വീകർ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം ഈ സമയത്ത് നമുക്ക് ശരീരത്തിന് ആരോഗ്യദായകമായിട്ട് ശോധനയ്ക്ക്, അതായത് മലശോധനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ടോക്സിക് എലമെൻസിനെയൊക്കെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ഇത് ആചരിച്ചു വന്നത്. അന്നെല്ലാം നല്ല രീതിയിൽ ഉള്ള വലിയ ഹെവി ഫുഡ്സ് കഴിച്ചിട്ട് പിന്നെ ഇതിനെ എല്ലാം ഒന്ന് മലിനമുക്തമാക്കി ശരീരത്തിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അതൊന്ന് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും കർക്കിടക കഞ്ഞി. ഒരു വലിയ ലിസ്റ്റുണ്ട്. ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും വ്യത്യസ്തം, രോഗത്തിനും രോഗബലത്തിനും അനുസരിച്ച് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിന് മാറ്റം വരും. ചില ആൾക്കാർക്ക് ചിലപ്പം ഈ പൈൽസ്, അർഷസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം സ്പൈസസ് ആൻഡുള്ള തീക്ഷ്ണ ഉഷ്ണവീര്യങ്ങളായിട്ടുള്ള മരുന്നുകൾ അതിനകത്ത് കുറയ്ക്കും. അപ്പം അത് യുക്തിസഹമായ രീതിയിൽ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കഴിക്കാം എന്നുള്ളത്. അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം എല്ലാവർക്കും പറ്റണമെന്നില്ല. നമ്മുടെ കയ്യിലെ 10 വിരലും 10 രീതിയിലല്ലേ. അപ്പോൾ അതേപോലെ വ്യത്യസ്തമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി. അതനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്.